സദ്ഗുരുവേ ശരണം. നമുക്ക് എന്ത് കുറേ മലയാളത്തിലെ ചോദ്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷിലാക്കി നോക്കാം. ഇംഗ്ലീഷിലാക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും. ഹാസ് വെച്ച് തുടങ്ങണോ, ഹാവ് വെച്ച് തുടങ്ങണോ, ഈസ് വെച്ച് തുടങ്ങണോ, ആം വെച്ച് തുടങ്ങണോ, ആർ വെച്ച് തുടങ്ങണോ, വിൽ വെച്ച് തുടങ്ങണോ, ഷാൽ വെച്ച് തുടങ്ങണോ, ഡിഡ് വെച്ച് തുടങ്ങണോ, ഡസ് വെച്ച് തുടങ്ങണോ, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ലൈവായിട്ട് നമുക്ക് കുറേ മലയാളത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ ഒരുമിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ ആലോചിച്ചോളണം ഏതായിരിക്കും അതിൽ ഉപയോഗിക്കേണ്ട വേർഡ് എന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് വരുമ്പോഴേക്കും ഞാൻ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് അവിടെ നമ്മൾ ഡസ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഈസ് ഉപയോഗിച്ചത് എന്ന്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെ ഈസി ആയിട്ട് മാറും. അപ്പോൾ 24 ഡേ ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ഡേ 15ലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടങ്ങുന്നതിന് മുൻപ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ചില ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും, അത് നിങ്ങൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ റെഡിയാണോ? Then welcome to English Guru's brand new episode. I am Ashalada Srijit. ഇവിടെ ഞാൻ കുറേ പോസ്റ്റേഴ്സ് കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇംഗ്ലീഷ് ഗുരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് ലിറ്റററി ഇവൻറ്റ്സ് കോച്ചിങ് സെൻറ്ററിൻ്റെ പലതരത്തിലുള്ള കോഴ്സുകളാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സ് ഉണ്ട്, ഇംഗ്ലീഷ് ട്യൂഷനുണ്ട് സ്റ്റാൻഡേർഡ് 12 വരെ. അപ്പോൾ ഇംഗ്ലീഷ് ട്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഭാവിയിൽ അവർ UPSC PSC എക്സാംസോ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമോ ഒക്കെ എഴുതുമ്പോൾ അവർക്ക് ഗ്രാമറിനെ കുറിച്ചും റീഡിങ്ങിനെ കുറിച്ചും റൈറ്റിങ്ങിനെ കുറിച്ചൊക്കെ നല്ല ഒരു അവയർനെസ് ഉണ്ടാവും. അവർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നല്ലൊരു ഇംഗ്ലീഷ് ട്യൂഷൻ നിങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ എക്സാംസ് എന്ന് പറയുന്നത് എല്ലാത്തിലും ഒരു 50 മാർക്സ് എബോവ് ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതായത് ഒരു പാരഗ്രാഫ് വന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് തരും, അതിൽ ആൻസർ അവർ കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് അറിയണം. അത് പെട്ടെന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ടോ കുറച്ച് മാസങ്ങൾ കൊണ്ടോ നമുക്ക് ആ പ്രൊഫഷ്യൻസി ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ ഒരു ഇംഗ്ലീഷ് ട്യൂഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് ആൻഡ് ഗ്രാമർ, പിന്നെ ടെക്സ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് അവരെല്ലാം പഠിപ്പിക്കുമ്പോൾ അവർക്ക് മാർക്കും കിട്ടും, അവർക്ക് ഇംഗ്ലീഷിൽ പ്രൊഫഷ്യൻസി ഉണ്ടാവും, അവർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഇംഗ്ലീഷ് ട്യൂഷനാണ് ഞാൻ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക, ജോയിൻ ചെയ്യുക. സ്പോക്കൺ ഇംഗ്ലീഷിനും ഗ്രാമറിനും വേണ്ടിയിട്ട് ഇപ്പോൾ വെക്കേഷൻ ടൈം അല്ലേ, അപ്പം April 1 നമ്മളൊരു സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നുണ്ട്. സമ്മർ വെക്കേഷൻ ഓഫറാണ്. സ്റ്റുഡൻസിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും. വലിയവർക്കും ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ജസ്റ്റ് 1 മാസത്തെ കോഴ്സായിരിക്കും. ആ ഡിസ്കൗണ്ട് ഓഫർ എന്ന് പറയുന്നത് സമ്മർ വെക്കേഷന് മാത്രമുള്ളതായിരിക്കും. അത് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക. പിന്നെ നമ്മുടെ എഡ്യൂ സയൻസ് എന്ന് പറയുന്ന സയൻസ് ട്യൂഷൻ സെൻ്റർ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 10th സ്റ്റാൻഡേർഡ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സ്റ്റാൻഡേർഡ് 6 to 10th നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മൾ ഇംഗ്ലീഷ് പോയം റെസിറ്റേഷൻ, ഇംഗ്ലീഷ് എലക്യൂഷൻ, ആങ്കറിങ്, സ്റ്റോറി ടെല്ലിംഗ്, അങ്ങനെ പല രീതിയിലുള്ള ലിറ്റററി ഇവൻറ്റ്സ് കോച്ചിങ് സെൻറ്റർ, അതായത് എസ്സേ റൈറ്റിംഗ്, സ്പീച്ച്, പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് ഉണ്ട്. പിന്നെ ഇംഗ്ലീഷ് അറിയാം പക്ഷേ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളവർക്ക് 1-on-1 ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് കോഴ്സും ഞാൻ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ നമ്പറിൽ വിളിച്ച് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് താമസിപ്പിക്കേണ്ട, നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നീ ഇന്നലെ അവനെ കണ്ടോ? അപ്പോൾ നിങ്ങൾ മനസ്സിൽ ആലോചിച്ചോളണം കേട്ടോ. നീ ഇന്നലെ അവനെ കണ്ടോ? ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും? അപ്പോൾ ഇനി ഞാൻ പറയാണേ, നീ ഇന്നലെ അവനെ കണ്ടോ. അപ്പോൾ കണ്ടോ എന്നായതുകൊണ്ട് അത് പാസ്റ്റ് ടെൻസ് ആണ്, കണ്ടോ. അപ്പോൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നീ കണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ അതിന് വേണ്ട ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? ഡിഡ്. വെരി ഗുഡ്. ഡിഡ് എന്ന് പറഞ്ഞ എല്ലാവർക്കും എൻ്റെ വക ഒരു ഗോൾഡൻ സ്റ്റാർ. അപ്പോൾ ഇത് കഴിയുമ്പോൾ എത്ര സ്റ്റാർ കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഡിഡ് വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസിന് ഒരു ഫോമാറ്റ് ഉണ്ട്. അത് പഠിച്ചു വെച്ചാൽ പിന്നെ നമ്മൾ ഒരിക്കലും അത് തെറ്റിക്കില്ല കേട്ടോ. മാത്സ് പോലെ തന്നെയാണ്. ഇംഗ്ലീഷ് നമുക്ക് മാത്സ് പോലെയും പഠിക്കാം. ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്, ബാക്കിയുള്ള കാര്യങ്ങൾ. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളുണ്ടാവും, ആ ആൾ ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടാവും, ആ പ്രവൃത്തി ഒരുപക്ഷെ സ്വീകരിക്കുന്ന ആൾക്കാർ വേറെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ പല ആൾക്കാരും ഒരു സെൻറ്റൻസിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട്
ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ്. വേർബ് എന്ന് പറയുമ്പോൾ V1 ആണ്. V1 എന്ന് പറയുന്ന ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിൽ എസ് ഉണ്ടാവത്തില്ല. അപ്പോൾ ഡിഡ് യു സി, കണ്ടോ എന്നുള്ളതിന് സി ആണ്. അപ്പം ഡിഡ് യു സി എന്ന് പറയുമ്പോഴാണ് നീ കണ്ടോ എന്നാവുന്നത്. സി എന്ന് മാത്രമായ കാണുക എന്നാണ് അർത്ഥം. ആ കാണുക എന്ന് പറയുന്ന സി എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് കണ്ടോ എന്നാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിഡിനെ കൂടെ ചേർക്കണം. അപ്പോൾ ഡിഡ് യു സി, അവനെ, ഹിം. അവനെ എന്ന് പറയുന്ന വാക്കിന് ഹിം എന്നാണ് പറയുക. അപ്പോൾ ഡിഡ് യു സീ ഹിം യെസ്റ്റർഡേ, ഇന്നലെ. അപ്പോൾ ഡിഡ് യു സീ ഹിം യെസ്റ്റർഡേ. ഈസി അല്ലേ? ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, നീ ഇന്നലെ പോയോ? പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇട്ടോളണേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, അവൾ വീട്ടിലുണ്ടോ? അവൾ വീട്ടിലുണ്ടോ? മനസ്സിലാലോചിച്ചല്ലോ. ഇനി ഞാൻ പറയാൻ പോവാണേ. അപ്പോൾ ഇതിനെന്തായിരിക്കും ക്വസ്റ്റ്യൻ വേർഡ്? അവൾ വീട്ടിലുണ്ടോ? ഇപ്പോൾ ഉണ്ടോ എന്നാണേ. അപ്പോൾ പോയോ കണ്ടോ അതുപോലത്തെ ആ ഉണ്ടോ അല്ല, ഇത് ഇപ്പോൾ വീട്ടിലുണ്ടോ എന്നാണ്. അപ്പം ഈസ്. കറക്റ്റായോ? കറക്റ്റായവർക്ക് ഒരു ഗോൾഡൻ സ്റ്റാർ. അപ്പോൾ ഇപ്പം എത്ര ഗോൾഡൻ സ്റ്റാർ ആയി? 2 എണ്ണമായി കാണും. 2 ശരിയായവർക്ക് 2 ഗോൾഡൻ സ്റ്റാർ ആയി. അപ്പം ഈസ്, ഇനി അത് കഴിഞ്ഞ സബ്ജക്റ്റ് ആണല്ലോ. ഈസ് ഷീ അറ്റ് ഹോം? വീട്ടിലുണ്ടോ എന്നല്ലേ. അപ്പോൾ ഇവിടെ ഈസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. ഈസ് ഷീ അറ്റ് ഹോം. ഇവിടുത്തെ ഫോർമാറ്റ് എന്താണെന്നറിയോ? ഇവിടുത്തെ ഫോർമുല എന്താണെന്ന് വെച്ചാൽ, അതായത് ഫോർമാറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബാക്കി കോംപ്ലിമെൻ്റ് എന്ന് പറയും. ചിലപ്പോൾ നൗൺ ആവാം, ചിലപ്പോൾ അവിടെ ഫ്രേസ് ആവാം, ചിലപ്പോൾ അഡ്ജക്റ്റീവ് ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ചിന്തിക്കാം. അവൾ വീട്ടിലുണ്ടോ? ഈസ് ഷീ അറ്റ് ഹോം? ഇവിടെ അത്രയും മതി. വീട്ടിലുണ്ടോ എന്നുള്ളതിനാണ് അറ്റ് ഹോം. ഈസ് ഷീ അറ്റ് ഹോം? അവൾ ഹാപ്പി ആണോ എന്ന് എങ്ങനെ ചോദിക്കും? അപ്പോൾ നിങ്ങൾ പറയൂ, കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ. ഇപ്പം തൽക്കാലം ഒരു നോട്ട്ബുക്കിൽ എഴുതണം. എന്നിട്ട് ഇതെല്ലാം കഴിയുമ്പോൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടാൽ മതി. അവൾ ഹാപ്പി ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇതിനകം ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാണോ ഇവിടെ ഇരിക്കുന്നത്, അത് അറിയാൻ വേണ്ടിയാണ് നമ്മളിത് ചോദിക്കുന്നത്. നിങ്ങൾ ഇതിനകം ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? അത് കഴിച്ചോ എന്ന് ചോദിച്ചാലും മതി. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഇതിനകം എന്ന് വെച്ചാൽ അതൊരു സംഭവമാണല്ലോ, നിങ്ങളിപ്പോൾ കഴിച്ചോ. അപ്പം എങ്ങനെ ചോദിക്കും? ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിക്കാൻ ഇംഗ്ലീഷിൽ നമുക്ക് ആവശ്യം ഏത് വേർബാണ്? നിങ്ങൾ പഠിച്ചോ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞോ, നിങ്ങൾ എഴുതി കഴിഞ്ഞോ, നിങ്ങൾ ഊണ് കഴിച്ചു കഴിഞ്ഞോ, നിങ്ങൾ ജോലി ചെയ്ത് കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കാൻ നമുക്ക് ഇംഗ്ലീഷിൽ ഏത് വേർബാണ് ഉപയോഗിക്കുക? അറിയാവുന്നവർ പറയണേ, മനസ്സിൽ നോക്കിക്കോളാം. അപ്പോൾ ഇനി ഞാൻ ആൻസർ പറയാൻ പോണ്. ഹാവ് യു. കറക്റ്റായോ? എത്ര പേർക്ക് കറക്റ്റായി? കറക്റ്റായവർക്കെല്ലാം ഒരു ഗോൾഡൻ സ്റ്റാർ. അപ്പോൾ ഹാവ് യു, ഇതിനകം എന്ന് പറഞ്ഞതുകൊണ്ട് ഓൾറെഡി. ഹാവ് യു ഓൾറെഡി കഴിച്ചു കഴിഞ്ഞോ എന്ന് ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുക ഹാവിൻ്റെ കൂടെ ഏതാണെന്നറിയോ? V3 ആണ്. മനസ്സിലായോ? V3 ഫോം ഓഫ് ദ വേർബ്. അപ്പോൾ ഹാവ് യു ഓൾറെഡി ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റ് ഇതിനകം കഴിച്ചു കഴിഞ്ഞോ? ഹാവ് യു ഓൾറെഡി ഈറ്റൺ? പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. കഴിച്ചോ എന്ന് ചോദിക്കുന്നതിന് കഴിച്ചോ അത് മതി. ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നതിന് ഹാവ് യു ഓൾറെഡി ഈറ്റൺ, അത്രയും മതി. അപ്പോൾ ഇതിനൊരു ഫോമാറ്റ് ഉണ്ട്. അതെന്താണെന്നറിയോ? ഹാവ് അല്ലെങ്കിൽ ഹാസും ഉപയോഗിക്കാം. ഹാവ് ഓർ ഹാസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3. ഇതാണ് ഇതിൻ്റെ ഫോമാറ്റ്. അപ്പോൾ എഴുതി വെച്ചിട്ട് പഠിച്ചോളേ. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അവൾ ഇതിനകം ഭക്ഷണം കഴിച്ചോ? അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അപ്പോൾ അവൾ വരുമ്പോൾ നമ്മൾ ഏത് ഉപയോഗിക്കും? ഹാവ് ഉപയോഗിക്കോ ഹാസ് ഉപയോഗിക്കോ? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ ആൻസർ എഴുതി വയ്ക്കുക, കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നീ എന്നെ സഹായിക്കുമോ? നീ എന്നെ സഹായിക്കുമോ? എങ്ങനെയായിരിക്കും നിങ്ങൾ ഒരാളുടെ അടുത്ത് എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുന്നത്? ക്യാൻ യു ഹെൽപ്പ് മീ? വെരി ഗുഡ്.
എത്ര പേർക്ക് ശരിയായി? ആ, ഗോൾഡൻ സ്റ്റാർ. ക്യാൻ യു ഹെൽപ്പ് മീ? ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ചിലർ വില്ലായിരിക്കും ചോദിച്ചത്, വിൽ യു ഹെൽപ്പ് മീ എന്ന്. അതും കറക്റ്റ് ആണ്. വെരി ഗുഡ്. അപ്പോൾ ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് ചോദിക്കാം, വിൽ യു ഹെൽപ്പ് മീ എന്ന് ചോദിക്കാം. അതിൽ ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ വിൽ യു ഹെൽപ്പ് മീ എന്ന് ചോദിക്കുമ്പോൾ നീ എന്നെ സഹായിക്കാൻ നിനക്ക് മനസ്സുണ്ടോ, നീ വില്ലിങ് ആണോ എന്നൊരു അർത്ഥത്തിലാണ് വിൽ യു ഹെൽപ്പ് മീ. പക്ഷെ ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് പറയുന്നത് നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ എന്നാണ്. അവിടെ നിന്റെ സമ്മതം ഉണ്ടോ അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമാണോ എന്നൊന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്യാൻ യു ഹെൽപ്പ് മീ, ഒന്ന് സഹായിക്കാമോ, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഇഷ്ടമുള്ള അനുസരിച്ച് ചോദിക്കാം. ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് ചോദിച്ചാൽ മതി. പിന്നെ വിൽ യു ഹെൽപ്പ് മീ എന്ന് ചോദിച്ച ഒരു കാര്യമുണ്ട്, ഫ്യൂച്ചറിൽ എന്നെ സഹായിക്കുമെന്നും കൂടെ അർത്ഥമുണ്ട്. ഇപ്പോൾ വിൽ യു ഹെൽപ്പ് മീ ടുമോറോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക്, അങ്ങനെ ഒരു അർത്ഥവും കൂടെ ഈ വിൽ ഉപയോഗിക്കുമ്പോൾ വരും. നിനക്ക് ആ കഥ ഒന്ന് അടയ്ക്കാമോ, നിനക്ക് ആ കഥ ഒന്ന് അടയ്ക്കാമോ, അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? ആൻസർ എഴുതിക്കോളൂ. അവൻ ദിവസവും പത്രം വായിക്കാറുണ്ടോ? അപ്പം അതെങ്ങനെ ചോദിക്കും? ദിവസവും നമ്മളൊരു കാര്യം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വേർഡാണ് വേണ്ടത്? ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും പല പ്രാവശ്യം പഠിച്ചു കാണും. ഇപ്പം നിങ്ങൾക്ക് അത് ഓർമ്മ വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ടോ, പോകാറുണ്ടോ, വരാറുണ്ടോ, കാണാറുണ്ടോ, പഠിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേർബാണ് ഡസ് അല്ലെങ്കിൽ ഡു. അപ്പോൾ ഇവിടെ എന്താണ്? അവനല്ലേ. അപ്പോൾ അവന് മാച്ച് ചെയ്യുന്നത് ഏതാണ്? ഡസ്. വെരി ഗുഡ്, ഗോൾഡൻ സ്റ്റാർ. ഡസ് ഹി റീഡ്? ഡസ് ഹി റീഡ് ന്യൂസ് പേപ്പർ എവറി ഡേ? അവൻ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ? അപ്പോൾ അതിൻ്റെ ഫോമാറ്റ് എന്താണെന്നറിയോ? ഡു അല്ലെങ്കിൽ ഡസ്. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സബ്ജക്റ്റ് അനുസരിച്ച് എടുക്കുക. ഇനി ഡു ഓർ ഡസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1, അതായത് ബേസ് ഫോം ഓഫ് ദ വേർബാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. എസ് വേണ്ട കേട്ടോ. ഇനി ഏത് സബ്ജക്റ്റ് ആയാലും നമുക്കിവിടെ ഡൂവും ഡസും വന്നു കഴിഞ്ഞാൽ അവിടെ വേർബിൽ എസ് വേണ്ട. അപ്പോൾ ഡു ഡസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ്, പിന്നെ ബാക്കി കാര്യം. അപ്പോൾ ഡസ് ഹി റീഡ് ന്യൂസ് പേപ്പർ എവറി ഡേ. കറക്റ്റായോ? ആ, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾ എന്നും ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ? വേഗം ട്രാൻസ്ലേറ്റ് ചെയ്യൂ, നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക, കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ, അടുത്തത് അവർ സമയത്തെത്തിയോ? അപ്പം എത്തിയോ എന്നാണ്. അപ്പം അതൊരു പാസ്റ്റ് ടെൻസ് അല്ലേ? നമ്മൾ നേരത്തെ ആദ്യം ചോദിച്ച പോലെ പോയോ, നീ കണ്ടോ എന്ന് ചോദിച്ച പോലെ തന്നെയാണ് ഇവിടെ എത്തിയോ. അപ്പോൾ പാസ്റ്റ് ടെൻസിലാണ്. എത്തിയോ എന്ന് ചോദിക്കാൻ എന്തായിരിക്കും? യെസ്, ഡിഡ്. ഡിഡ് ആണ് അവിടെ. അപ്പോൾ ഗോൾഡൻ സ്റ്റാർ കിട്ടിയോ? ഡിഡ് ദേ എത്തുക, അറൈവ്. ഡിഡ് ദേ അറൈവ് സമയത്ത്, ഓൺ ടൈം. ഡിഡ് ദേ അറൈവ് ഓൺ ടൈം? ഡിഡ് ദേ അറൈവ് ഓൺ ടൈം? വെരി ഗുഡ്. അപ്പോൾ ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം, അവർ നേരത്തെ പോയോ? അവർ നേരത്തെ പോയോ? അടുത്ത ക്വസ്റ്റ്യൻ, നാം ഇപ്പോൾ തുടങ്ങട്ടെ. എന്തെങ്കിലും കാര്യം നമുക്ക് ഇപ്പോൾ തുടങ്ങട്ടെ എന്ന് നമുക്ക് ചോദിക്കണം. എങ്ങനെ ചോദിക്കും? ഇപ്പോൾ ഒരു മീറ്റിംഗ് തുടങ്ങട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം തുടങ്ങട്ടെ, എന്തെങ്കിലും കാര്യം തുടങ്ങട്ടെ, ഭക്ഷണം തുടങ്ങട്ടെ, എങ്ങനെ ചോദിക്കും? അത് ചോദിക്കുന്നത് ഷാൽ വെച്ചാണ്. എത്ര പേർക്ക് ശരിയായി? അപ്പോൾ ഇവിടെ ഡബിൾ ഗോൾഡൻ സ്റ്റാർ ആണ്. ഇത് ഷാൽ എന്ന് കിട്ടിയവർക്ക് ഡബിൾ സ്റ്റാർ ഉണ്ട്. അപ്പോൾ ഷാൽ വി, ഷാലിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ട വേർബ് ബേസ് ഫോം ഓഫ് ദ വേർബാണ്. അപ്പോൾ ഷാൽ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ബാക്കി. അപ്പോൾ ഷാൽ വി സ്റ്റാർട്ട് നൗ? ഷാൽ വി സ്റ്റാർട്ട് നൗ? നമുക്ക് പോയാലോ എന്നെങ്ങനെ ചോദിക്കും? അത് നിങ്ങൾ ചോദിക്കണം. നമുക്ക് പോയാലോ. ഇപ്പം തുടങ്ങിയാലോ എന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു തന്നല്ലോ, ഷാൽ വി സ്റ്റാർട്ട് നൗ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, അവൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ? സംസാരിക്കുമോ എന്ന് ചോദിച്ചാൽ അവൾക്ക് സംസാരിക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു പതിവായിട്ടൊരു ജനറൽ കാര്യമാണ്. അപ്പോൾ പൊതുവെ ഒരാൾക്ക് ഒരു കാര്യം പറ്റുമോ എന്ന് ചോദിക്കാൻ
പാടുമോ, അവൾ പാടുമോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി, ഡാൻസ് ചെയ്യുമോ, എക്സസൈസ് ചെയ്യുമോ എന്നൊക്കെ നമുക്ക് ചോദിക്കണം. അപ്പോൾ ഏതായിരിക്കും? യെസ്, ഡസ്. ഡസ് ആണോ നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയത്? ദെൻ വെരി ഗുഡ്, ഗോൾഡൻ സ്റ്റാർ. അപ്പോൾ എന്താണ് ഫോമാറ്റ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്, അത്രേ ഉള്ളൂ. ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്. അവൾ പാടുമോ? അത് നിങ്ങൾ പറയണം. അവൾ പാടുമോ? നീ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ഒരു ജോലി നീ ചെയ്ത് കഴിഞ്ഞോ എന്നാണ് അർത്ഥം. അത് കംപ്ലീറ്റ് ചെയ്തോ എന്ന്. അതും നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞോ, കഴിച്ചോ എന്നൊക്കെ നമ്മൾ ചോദിച്ചില്ലേ? അതുപോലെ തന്നെയാണ്. നീ ആ ജോലി ചെയ്ത് കഴിഞ്ഞോ, പൂർത്തിയാക്കിയിട്ടുണ്ടോ? എങ്ങനെ ചോദിക്കും? അത് അച്ചടി ഭാഷയിലാണ്. നീ ആ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ടോ? നമ്മൾ സാധാരണ ഭാഷയിൽ പറയുമ്പോൾ നീ ചെയ്ത് കഴിഞ്ഞോ എന്നല്ലേ ചോദിക്കുന്നത്. ചെയ്ത് കഴിഞ്ഞോ, അതാണ്. അപ്പോൾ എങ്ങനെ ചോദിക്കാം? ഇപ്പോൾ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വേർഡ് എന്താണ്? ഹാവ്. ഹാവ് യു ഫിനിഷ്ഡ് ദ വർക്ക്? ഹാവ് യു ഫിനിഷ്ഡ് ദ വർക്ക്? അപ്പോൾ ഹാവ് അല്ലെങ്കിൽ ഹാസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3. അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റിലുള്ള ചോദ്യം. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത് പറയേണ്ടത് നമ്മൾ ഈ ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. ഈ പ്രസൻറ്റിൽ പെർഫെക്റ്റ് ആയിട്ടത് തീർന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിന് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് അത് ചോദിക്കുക. അപ്പോൾ ഹാവ് യു ഫിനിഷ് ദ വർക്ക്? നിങ്ങൾ ഡിന്നർ കുക്ക് ചെയ്ത് കഴിഞ്ഞോ? ഇതെങ്ങനെ ചോദിക്കും? നിങ്ങൾ ഡിന്നർ കുക്ക് ചെയ്ത് കഴിഞ്ഞോ, അല്ലെങ്കിൽ ഡിന്നർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞോ? അപ്പോൾ നിങ്ങളത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ ഇടണം. അടുത്ത ക്വസ്റ്റ്യൻ, അവൻ ഇവിടെ താമസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, അവൻ ഇവിടെയാണോ താമസിക്കുന്നത്? എങ്ങനെ ചോദിക്കും? ഇപ്പോൾ ഒരു സ്ഥലത്ത് പതിവായിട്ട് ഒരാൾ താമസിക്കുന്നുണ്ടോ എന്നറിയാനാണ് ഇത്. അപ്പോൾ എങ്ങനെയായിരിക്കും തുടങ്ങുക? നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പതിവായി ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ്? പതിവായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രവൃത്തിയല്ല, ഒരു സ്ഥലത്ത് താമസിക്കുക എന്ന് പറയുന്നത് ഒരു തരം ഒരു സ്റ്റേറ്റിക് വേർബാണ് അല്ലേ? എന്തെങ്കിലും ഒരു ആക്ഷൻ അല്ലത്, എന്നാലും നമ്മളവിടെ താമസിക്കുന്നു. ഓക്കെ, ഡസ് ഹി ലിവ് ഹിയർ? ഡസ് ഹി ലിവ് ഹിയർ? അവൻ ഇവിടെയാണോ താമസിക്കുന്നത്? ഡസ് ഹി ലിവ് ഹിയർ? നിങ്ങൾ ഇവിടെയാണോ താമസിക്കുന്നത്? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? നിങ്ങൾ പറയൂ. അപ്പോൾ ഡസ് പറഞ്ഞവർക്കെല്ലാം ഒരു ഗോൾഡൻ സ്റ്റാർ. ഇനി അടുത്തത് കുറച്ച് വ്യത്യാസമുണ്ട്. അവൾ ഇന്നലെ സ്കൂളിൽ ആയിരുന്നോ? അവൾ ഇന്നലെ സ്കൂളിലായിരുന്നു. അപ്പോൾ എങ്ങനെ ചോദിക്കും? ആയിരുന്നോ എന്ന് പറയാനുള്ള ഇംഗ്ലീഷിലെ വേർബ് ഏതാണ്? ആയിരുന്നു എന്ന്. ഇപ്പം നമ്മൾ പറയില്ല ആയിരുന്നു എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? വാസ്. കറക്റ്റ്. അപ്പം എത്ര പേർക്ക് കിട്ടി ഗോൾഡൻ സ്റ്റാർ? വാസ് ആണ് ക്വസ്റ്റ്യൻ. ആയിരുന്നോ എന്നാണ്. എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തോന്നല്ല. പ്രവൃത്തി ചെയ്തോന്നായിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രവൃത്തിയെക്കുറിച്ചായിരുന്നെങ്കിൽ നമുക്ക് ഡിഡ് ഉപയോഗിക്കാമായിരുന്നു. ഡിഡ് യു സീ ഹിം, ഡിഡ് യു കോൾ എന്നൊക്കെ ചോദിക്കാം. ഡിഡ് യു ഈറ്റ് എന്നൊക്കെ ചോദിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ ഒരു പ്രവൃത്തിയല്ല, വെറുതെ ഒരു സ്ഥലത്ത് ആയിരുന്നോ എന്നാണ്. അവിടെ ആരും ഒരു ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ. ആ വ്യക്തി ആ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നോ എന്നാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ സ്റ്റേറ്റ് ആണ്. അവിടെ വാസ് ഉപയോഗിക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ വാസ് ഷീ അറ്റ് സ്കൂൾ യെസ്റ്റർഡേ? ഇന്നലെ സ്കൂളിൽ ഉണ്ടായിരുന്നോ എന്നാണ് അർത്ഥം. വാസ് ഷീ അറ്റ് സ്കൂൾ യെസ്റ്റർഡേ? നിങ്ങൾ ഇന്നലെ സ്കൂളിലായിരുന്നോ എന്നെങ്ങനെ ചോദിക്കും? അപ്പോൾ ഇവിടെ ഈ ഒരു ഫോമാറ്റ് ഞാൻ പറയാം. ഒന്നുകിൽ വാസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേർ ഉപയോഗിക്കാം. വാസ് ഓർ വേർ പ്ലസ് സബ്ജക്റ്റ്, ബാക്കി കോംപ്ലിമെൻറ്റ്. അവിടെ പ്രവൃത്തി ചെയ്യാനുള്ളൊരു വേർബ് ഒന്നും അവിടെ ഇല്ലല്ലോ. ആയിരുന്നോ എന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേറൊരു വേർബ് അവിടെ ഇല്ല. അപ്പോൾ വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബാക്കി കോംപ്ലിമെൻറ്റ്. ചിലപ്പോൾ നൗൺ ആവാം, അഡ്ജക്റ്റീവ് ആവാം, ഫ്രേസ് ആവാം, അത് ചിലപ്പോൾ പ്ലേസ് ആകാം. അവൾക്ക് ഇന്നലെ സന്തോഷമായിരുന്നോ? അതെങ്ങനെ ചോദിക്കും? നിങ്ങൾ ഇന്നലെ സ്കൂളിലായിരുന്നോ എന്നും ചോദിക്കണം. അവൾക്ക് ഇന്നലെ സന്തോഷമായിരുന്നോ? ഇത് രണ്ടും നിങ്ങൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കമൻറ്റ് ബോക്സിലിടണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നീ നാളെ വരുമോ? നീ നാളെ വരുമോ? ഈസി അല്ലേ? നാളെ വരുമോ എന്ന് എങ്ങനെ ചോദിക്കുക? നാളത്തെ കാര്യം വിൽ. വെരി ഗുഡ്. വിൽ യു കം ടുമോറോ? ഈസി. വിൽ യു കം ടുമോറോ? നാളെ നീ എന്നെ വിളിക്കുമോ? അത് നിങ്ങൾ ചോദിക്കും. നാളെ നീ എന്നെ വിളിക്കുമോ? എളുപ്പമല്ലേ?
ഇവിടെ എന്താണ്? വിൽ. വിൽ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. വിൽ യു കം ടുമോറോ. പിന്നെ ബാക്കി വിൽ യു കം ടുമോറോ. അതുപോലെ നാളെ നീ വിളിക്കുമോ, അത് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, അവൻ ഈ സിനിമ മുൻപ് കണ്ടിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മുൻപ് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ പറയാൻ ഏത് ടെൻസാണ് ഉപയോഗിക്കുക? ഇതുവരെ നമ്മൾ കുറേ ക്ലാസ്സുകൾ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അറിയാവുന്നവർ മനസ്സിലാലോചിച്ചോ? അത് മുൻപ് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യം. ചിലപ്പോൾ നമ്മളൊരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകാം. അപ്പോൾ നമ്മൾ പറയും ഞാനിത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ചില സിനിമയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയ കാര്യം ആൾക്കാർ പറയുമ്പോൾ നമ്മൾ പറയും അവിടെ ഞാൻ പോയിട്ടുണ്ട്, 2 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം, അതിനെക്കുറിച്ച് എങ്ങനെ പറയും? അതിനെക്കുറിച്ച് നമ്മൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റിൽ തന്നെയാണ് പറയുന്നത്. ഐ ഹാവ് വിസിറ്റഡ് ഡൽഹി എന്ന് പറഞ്ഞാൽ ഞാൻ ഡൽഹിയിൽ സന്ദർശിച്ചിട്ടുണ്ട് എന്നൊന്നും അവിടെ പറയുന്നില്ല. നമ്മൾ പോയിട്ടുണ്ടെന്ന് വെറുതെ നമ്മൾ പറയുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഐ ഹാവ് വിസിറ്റഡ് ഡൽഹി, ഐ ഹാവ് വാച്ച്ഡ് ദാറ്റ് മൂവി, ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ആ ബുക്ക് വായിച്ചിട്ടുണ്ട്, ഐ ഹാവ് റെഡ് ദാറ്റ് ബുക്ക്. മനസ്സിലായി? ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ രണ്ടാമത്തെ ഉപയോഗം. അപ്പോൾ ഇവിടെ അതേപോലെയാണ്. അവൻ ഈ സിനിമ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എപ്പോൾ കണ്ടിട്ടുണ്ടോ എന്നല്ല, ഇത് കണ്ടിട്ടുണ്ടോ, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഹാസോ ഹാവോ വെച്ച് വേണം ക്വസ്റ്റ്യൻ തുടങ്ങാൻ. അപ്പോൾ കിട്ടിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ശരിയായിരുന്നോ? അപ്പോൾ ഗോൾഡൻ സ്റ്റാർ. അപ്പോൾ ഇവിടെ പക്ഷേ അവനാണ്. അവനായതുകൊണ്ട് നമുക്ക് ഏത് ഉപയോഗിക്കാം? ഹാസ്. ഹാസ് ഹീ, ഇനി V3 ആയിരിക്കുമല്ലോ. ഹാസ് ഹീ സീൻ ദിസ് മൂവി ബിഫോർ? ഈ സിനിമ മുൻപ് കണ്ടിട്ടുണ്ടോ? ഹാസ് ഹീ സീൻ ദിസ് മൂവി ബിഫോർ? വെരി ഗുഡ്. ഇനി അടുത്തത് വളരെ ഈസിയാണ്. അവൾ ചായ കുടിക്കുമോ? ഇപ്പം നേരത്തെ നമ്മൾ ഒരുപാട് എക്സാമ്പിൾ അത് പറഞ്ഞു കഴിഞ്ഞു. ചായ കുടിക്കുമോ? ഡസ് ഷീ ഡ്രിങ്ക് ടീ? അവൾ ചായ കുടിക്കുമോ എന്ന് ചോദിക്കാൻ, അവൾ അത് പതിവായിട്ട് അവൾക്ക് ചായ കുടിക്കുന്ന ഇഷ്ടമാണോ അല്ലെങ്കിൽ അവൾ അത് കുടിക്കുന്ന ആളാണോ എന്നാണ്. ഡസ് ഷീ ഡ്രിങ്ക് ടീ? അന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് ചായ ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ചോദിക്കും, നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്ന നമുക്ക് പരിചയമുള്ള ആളുടെ അടുത്ത് ചോദിക്കും, അവൾ ചായ കുടിക്കുമോ? എന്നിട്ട് വേണം നമുക്ക് ചായ ഉണ്ടാക്കാൻ. അപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക? ഡസ് ഷീ ഡ്രിങ്ക് ടീ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ചായ കുടിക്കുമോ? നിങ്ങൾ ചായ കുടിക്കുമോ എന്ന് ഞാൻ ചോദിക്കുന്നു, അതെങ്ങനെ ചോദിക്കും? അത് നിങ്ങൾ തന്നെ ചോദിക്കും. ഓക്കെ. അടുത്തത്, നിനക്ക് ക്ഷീണമാണോ? നിനക്ക് ക്ഷീണമാണോ? അപ്പോൾ ഒരു വേർബൊന്നുമില്ല, അതൊരവസ്ഥയാണ്. നിനക്ക് ക്ഷീണമാണോ എന്നാണ്. അപ്പോൾ ഏതെങ്കിലും കാര്യം ആണോ എന്ന് ചോദിക്കാൻ നമ്മൾ ഏത് വേർബായിരിക്കും ഉപയോഗിക്കുക? അവൾ വീട്ടിലാണോ എന്ന് ചോദിച്ചത് എങ്ങനെയായിരുന്നു? നമ്മൾ തുടക്കത്തിൽ ഈസ് ഷീ അറ്റ് ഹോം എന്നല്ലേ? അത് ഓർമ്മയുണ്ടല്ലോ. വീട്ടിലാണോ എന്നറിയാൻ ഈസ് ഷീ അറ്റ് ഹോം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ക്ഷീണമാണോ? അപ്പോൾ ആണോ എന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് ഏതൊക്കെ വേർബ് ഉപയോഗിക്കാമെന്നറിയാമോ? പറയാമോ? ഗുഡ്. 6 ഇവിടെ ഉപയോഗിക്കേണ്ടത്. വെരി ഗുഡ്. എത്ര പേർക്ക് ശരിയായി? ഗോൾഡൻ സ്റ്റാർ. അപ്പോൾ ആണോ എന്ന് ചോദിക്കാൻ നമുക്ക് ഈസ്, ആം അല്ലെങ്കിൽ ആർ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ എന്തായാലും യുവിന് മാച്ച് ചെയ്ത് ആറാണ്. അപ്പം ആർ യു ടയേർഡ്? ടയേർഡ് എന്ന് വെച്ചോക്കണേ, നിനക്ക് ക്ഷീണമാണോ? അപ്പം ക്ഷീണം എന്ന അവസ്ഥയാണ് ഇവിടെ ടയേർഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അതൊരു അഡ്ജക്റ്റീവാണ് കേട്ടോ, അത് വേർബല്ല. ആർ യു ടയേർഡ്? നിനക്ക് ദേഷ്യമാണോ? അത് നിങ്ങൾ തന്നെ ചോദിക്കും. നിനക്ക് ദേഷ്യമാണോ? ഇനി അടുത്തത് എളുപ്പമാണ്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് തന്നെയാണ്. അവൻ നിനക്ക് ഫോൺ ചെയ്തോ? ചെയ്തോ എന്നാണ്. പോയോ വന്നോ അതേ പാറ്റേൺ ആണ്. അപ്പോൾ ഫോൺ ചെയ്തോ ഏതായിരിക്കും? ഏതായിരിക്കും? ഡിഡ്. വെരി ഗുഡ്. ഡിഡ് ഹി കോൾ യു? ഡിഡ് ഹി കോൾ യു? പിന്നെ അവിടെ കോൾഡ് എന്നൊന്നും വേണ്ട. ഡിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ പാസ്റ്റ് ടെൻസിന്റെ ജോലി അവിടെ കഴിഞ്ഞു. പിന്നെ നമ്മൾ അവിടെ വെറുതെ വേർബ് ഇട്ട് കൊടുത്താൽ മതി, ബേസ് ഫോം ഓഫ് ദ വേർബ്. അപ്പം ഡിഡ് ഹി കോൾ യു? അവർ വന്നോ? അത് നിങ്ങൾ പറയും. അവർ വന്നോ? നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമോ? എങ്ങനെ ചോദിക്കും? എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നമുക്ക് ചോദിക്കണം എന്ന് വിചാരിക്കാം. കഴിയുക ഇതിനുള്ള ഇംഗ്ലീഷ് വേർഡ് എന്താണ്? ക്യാൻ. അപ്പോൾ ക്യാൻ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1. ക്യാൻ യു ഡു ദിസ്? നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുമോ? ക്യാൻ യു ഡു ദിസ്? നിങ്ങൾക്ക് വരാൻ പറ്റുമോ? അത് നിങ്ങൾ ഇംഗ്ലീഷിലാക്കും. നിങ്ങൾക്ക് വരാൻ പറ്റും. നിങ്ങൾക്ക് അകത്ത് വരാൻ കഴിയുമോ? എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ നമ്മൾ ഏതാണ്? പറ്റുക എന്ന് പറയുന്നതിൻ്റെ ഉള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഏതാണ്? ക്യാൻ. വെരി ഗുഡ്. ശരിയായോ?
ക്യാൻ വി കം ഇൻ, ക്യാൻ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. പിന്നെ ബാക്കി ഇതാണ് അതിൻ്റെ ഫോമാറ്റ്. ക്യാൻ വെച്ചുള്ള ക്വസ്റ്റിൻ്റെ ഫോമാറ്റ് ഇതാണ്. അപ്പോൾ എങ്ങനെ ചോദിക്കാം? ക്യാൻ വി കം ഇൻ, ഞങ്ങൾക്ക് വരാമോ. ഇനി ഇത് ഒരു രീതിയിലും കൂടെ ചോദിക്കാം. കുറച്ച് വിനയത്തോടു കൂടി നമുക്ക് ചോദിക്കണമെങ്കിൽ മേ വി കം ഇൻ, ഞങ്ങൾ വന്നോട്ടെ, അങ്ങനെയും ചോദിക്കാം. ഒരു പെർമിഷൻ ചോദിക്കുന്ന പോലെയും ചോദിക്കാം. മറ്റേത് ഞങ്ങൾക്ക് വരാമോ എന്ന് നമ്മൾ കാഷ്വലായിട്ടും ചോദിക്കാം. അപ്പോൾ ക്യാൻ വി കം ഇൻ അല്ലെങ്കിൽ മേ വി കം ഇൻ. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? ആ കഥ ഒന്ന് അടയ്ക്കാൻ പറ്റുമോ? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? അത് നിങ്ങൾ ചോദിച്ചോളൂ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അവൾ സത്യം പറഞ്ഞോ? പറഞ്ഞോ കേൾക്കുമ്പോൾ തന്നെ അറിയാം പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഏതായിരിക്കും വരിക? അവൾ സത്യം പറഞ്ഞോ? ഏതാണ്? യെസ്, ഡിഡ്. വെരി ഗുഡ്. ഡിഡ് ഷീ. ഇനി വേർബ് V1 ആയിരിക്കുമല്ലോ. ഡിഡ് ഷീ ടെൽ. ഡിഡ് ഷീ ടെൽ ദ ട്രൂത്ത്? സത്യം, ദ ട്രൂത്ത്. ഡിഡ് ഷീ ടെൽ ദ ട്രൂത്ത്. ഇവിടെ ടോൾഡ് എന്നൊന്നും പറയരുത് കേട്ടോ. ഡിഡ് വന്നതുകൊണ്ട് ടെൽ മതി. ഡിഡ് ഷീ ടെൽ ദ ട്രൂത്ത്. അവരെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? അവർ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ നിങ്ങളുടെ അടുത്ത്? പെട്ടെന്ന് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാക്കിക്കോളൂ. ഇനി വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇതെല്ലാം കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് ഞാൻ നോക്കട്ടെ എത്ര പേർക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന്. എത്ര ഗോൾഡൻ സ്റ്റാർ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടി അതുകൂടെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. എല്ലാവരും അറിയട്ടെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന്, എത്ര ഗോൾഡൻ സ്റ്റാറാണ് കിട്ടിയെന്ന് നോക്കട്ടെ. സത്യസന്ധമായിട്ട് പറയണം. അപ്പം ഇന്ന് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു, പഠിച്ചു അല്ലേ? നിങ്ങൾക്ക് കുറേ മനസ്സിലായില്ലേ? നന്നായിട്ട് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ പോസ്റ്റേഴ്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Until then, you take care. Sadguru Sharan.